UK നിന്നും അയർലൻഡിൽ നിന്നും ലോകകേരള സഭയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള പ്രതിനിധികളും ക്ഷണിതാക്കളുമാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലെ പ്രവാസി മലയാളികൾക്ക് എന്നും താങ്ങായി നിൽക്കാൻ ലോകകേരള സഭയ്ക്ക് കഴിയുന്നുള്ളതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ UK പ്രവർത്തനങ്ങൾ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങളും കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ലോക കേരള സഭ എന്തുകൊണ്ടും പ്രവാസിക്ക് ഒരു കൈത്താങ്ങാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് വിദ്യാഭ്യാസം അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ എത്തുന്ന പ്രവർത്തകർക്ക് ഒരു സപ്പോർട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ എഡ്യൂക്കേഷൻ രംഗത്തുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റാണ് UK സർവകലാശാലകളും അതുപോലെ തന്നെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളും തമ്മിൽ സഹകരിക്കാനാവുക, ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ സ്റ്റുഡൻറ്റ് മൈഗ്രേഷനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അത് ഈ മൈഗ്രേഷൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ രംഗത്ത് വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് സ്റ്റുഡൻറ്റ് മൈഗ്രേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ വരുത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളുമെല്ലാം ഈ ലോകകേരള സഭയുടെ ഭാഗമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുമെന്നും പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UK കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനുള്ളിൽ ഒരു വലിയ മാറ്റമാണ് എനിക്കൊന്ന് മൈഗ്രേഷൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും ജീവിതത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇതിലേറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു വിഷയം പുതുതായി വന്ന കെയർ സെക്ടറിലെ ജോലികളാണ്. എനിക്കൊന്ന് കേരളത്തിൽ നിന്നും അനേകായിരം മലയാളികൾ ഈ ഒരു ജോലിക്കായിട്ട് UK അവരിൽ പലർക്കും ജോലി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഒരു നല്ല ശതമാനം ആളുകളും ഈ ഒരു ചതിക്കുഴിയിൽ പെടുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 500 പേരോളം തന്നെ ഇപ്പോൾ ഏജൻറ്റുമാരാൽ പറ്റിക്കപ്പെട്ട് UK ഇപ്പോൾ അവർ കഴിയുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം അവരുടെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നവർ വളരെ അധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ജീവിത സമ്പാദ്യം മൊത്തം അവർ ഇല്ലാതാക്കിയ ഒരവസ്ഥയിലേക്കാണ് അവർ പോയിരിക്കുന്നത്. ഈ ഏജൻറ്റുമാരെ നമുക്ക് എങ്ങനെ നിലയ്ക്ക് നിർത്താമെന്നും ഈ പണം നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എങ്ങനെ സഹായിക്കാമെന്നുള്ളത് ഒരു വലിയൊരു വിഷയമായിട്ട് സർക്കാർ ചർച്ച ചെയ്യണം. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ലൂപ്പ് ഹോൾസ് നമ്മൾ അടയ്ക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ മുൻകരുതലായി എടുക്കണമെന്നുമാണ് ഞങ്ങൾ ശരിക്കും ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. ഇപ്പം തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അയർലൻഡ് ഒരു പരിധി വരെ പ്രവാസികളുടെ ഒരു ലിസ്റ്റിൽ ഏറ്റവും പിന്നോക്കം നിന്ന ലിസ്റ്റാണ്. പക്ഷേ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് പ്രവാസ ജീവിതം അയർലൻഡ് തിരഞ്ഞെടുക്കുന്നുണ്ട് ആദ്യ ഓപ്ഷനായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കടന്നു വരുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷനും അവിടെ നടക്കുന്ന റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ജോലി സംബന്ധമായി ഉണ്ടാകുന്ന പ്രഷറുകൾ, അതിൻ്റെ സ്ട്രെസ്സ്, അതോടൊപ്പം തന്നെ കുടുംബമായിട്ട് ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ ഒരു കൂട്ടുകുടുംബം അവസ്ഥയിൽ നിന്ന് ജീവിച്ച് ഇവിടെ വരുമ്പോൾ 2 പേരും 2 കുട്ടികളുമാകുന്ന ഒരു കുഞ്ഞു കുടുംബത്തിലേക്ക് അവരുടെ ഒരു പ്രഷർ റിലീസ് ഉണ്ടാവാതെ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഇന്ന് പ്രവാസികൾ അനുഭവിക്കുന്നുണ്ട്. മറ്റേത് രാജ്യങ്ങളിലെ പോലും ഇവിടെ വ്യത്യസ്തമൊന്നുമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സംഘടനകൾ, അത് വിവിധ തരത്തിലുള്ള സംഘടനകൾ, മതസംഘടനകളായാലും സാംസ്കാരിക സംഘടനകൾക്കൊക്കെ അതിൻ്റെ അകത്ത് വലിയൊരു റോള് പങ്കുവയ്ക്കാനുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, ഇവരുടെ വിഷയങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കുട്ടികളുടെ പല പ്രോബ്ലംസും നമ്മൾ കേൾക്കാറും നമ്മൾ അവർക്കൊരു സൊല്യൂഷൻ ഹെൽപ്പ് പല രീതിയിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിലേറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടെ വന്നതിന് ശേഷമുള്ള അക്കോമഡേഷൻ പ്രോബ്ലംസ്. അവർ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഏജൻസികളിൽ നിന്ന് കൊടുക്കുന്ന റോങ് ഇൻഫർമേഷൻസ് വെച്ചിട്ടായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അവിടുത്തെ ചിലവുകളോ അല്ലെങ്കിൽ അവിടുത്തെ അക്കോമഡേഷനെ പറ്റിയോ ഒരു ധാരണയില്ലാതെ ആയിരിക്കും കുട്ടികൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ അവർ ഒന്ന് ഫീസിനുള്ള ഇൻകം അവർക്ക് കണ്ടെത്താൻ കഴിയാതെയും അല്ലെങ്കിൽ അക്കോമഡേഷനിലുള്ള പ്രോബ്ലംസും അവർ ഫേസ് ചെയ്യുമ്പോഴാണ് അവർ ഇതിന് പിന്നിൽ നടക്കുന്ന ചതിവ് അത് പലപ്പോഴും അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ളൊരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും കുട്ടികൾക്ക് അതൊരു വലിയ ഹെൽപ്ഫുള്ളായിരിക്കും. ഈ കുടിയേറ്റത്തിന് വിധേയരാകുന്ന ഈ കുട്ടികൾ, ഈ വിദ്യാർത്ഥിനികൾ അവരുടെ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് UK കാര്യം തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇവർ പഠിക്കാൻ ഉദ്ദേശിച്ച ഡിസിപ്ലിൻ തന്നെയാണോ അഥവാ വിഷയം തന്നെയാണോ അവർ പഠിക്കുന്നത് അവിടെ എന്നത് വലിയ ഒരു ചോദ്യമാണ്. കാരണം ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികൾ, പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസികൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ വീണുപോകുന്ന വിദ്യാർത്ഥിനികൾ നിരവധിയാണ്.
പാർട്ട് ടൈം ജോബ് സംഘടിപ്പിച്ച് തരാം, അതോടൊപ്പം നിങ്ങൾ അവിടെ പോയാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അനുയോജ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും, അങ്ങനെയുള്ള പ്ലേസ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള ചിലത് എല്ലാ ഏജൻസികളും അങ്ങനെയല്ല. എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു ആ ഒരു പ്രശ്നം കൂടി വരുന്നൊരു സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. അവിടെ വന്നതിന് ശേഷം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിലവാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവർ തള്ളപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവർ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് എന്തെങ്കിലും ഹറാസ്മെൻറ്റ് നേരിട്ട് കഴിഞ്ഞാൽ, വെദർ ഇറ്റ് ഈസ് റേഷ്യൽ ഓർ എനി അതർ കൈൻഡ് ഓഫ് ഹറാസ്മെൻറ്റ്, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും മറ്റൊരു സ്ഥലത്ത്, അവരുടെ നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഒരു സോളിസിറ്ററിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇവരുടെ ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ അവബോധമില്ല എന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇന്ന് UK ജീവിത നിലവാരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മെജോറിറ്റി ഓഫ് ആൾക്കാർ നഴ്സിംഗ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലുള്ള അതേ നിലവാരത്തിലല്ല ഇന്ന് നഴ്സിംഗ് മേഖലയിലുള്ള വർക്കുകൾ. അവരുടെ വർക്ക് ലോഡുകൾ ഒരുപാട് കൂടുകയും എന്നാൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള സാലറി ബേസിസിൽ യാതൊരു മാറ്റവും വരാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു മെജോറിറ്റി ഓഫ് എമൗണ്ടും ഇന്ന് വാടക കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ടാണ് മാറുന്നത്. ഇത് ഇപ്പോൾ പുതുതായിട്ട് നഴ്സിംഗ് മേഖലയിൽ ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നഴ്സുമാരെല്ലാം നല്ല വെൽ പ്രിപ്പയർഡായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഈ എക്സ്പെൻസ് എന്നുള്ളത്. അപ്പോൾ ഈ എക്സ്പെൻസും മറ്റു കാര്യങ്ങളും അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലോക കേരള സഭ മുൻപിട്ട് ഇറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.